നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, കേരള കാഴ്ചകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പോകുന്നത് ഇടുക്കി ജില്ലയിലെ വാഗമൺ പട്ടണത്തിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള കോലാഹലമേട്ടിലെ തങ്ങൾപ്പാറ എന്ന സ്ഥലത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം എന്നൊഴികെ മുസ്ലിങ്ങൾക്ക് ഇതൊരു പുണ്യസ്ഥലം കൂടിയാണ്. വാഗമണ്ണിലെ നിരവധിയായ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് കോലാഹലമേട്ടിലെ ഈ തങ്ങൾപ്പാറ എന്ന് പറയുന്ന സ്ഥലം. കാണാൻ അതിരസകരമായ ഈ സ്ഥലത്തിൻ്റെ പ്രധാന ആകർഷണം പാറക്കൂട്ടം തന്നെയാണ്. ജീപ്പിൽ എത്തിച്ചേരാവുന്ന ഈ സ്ഥലം ട്രെക്കിംഗ് യാത്രക്കാരുടെ ഒരു പറുദീസ കൂടിയാണ്. കല്ല് നിറഞ്ഞ ഈ വഴിയിലൂടെ ട്രെക്കിംഗ് നടത്താം. അങ്ങനെ ഞങ്ങൾ തങ്ങൾപ്പാറയിലേക്കുള്ള എൻട്രൻസ് അന്വേഷിച്ച് നടന്ന അവസാനം ഞങ്ങൾ തങ്ങൾപ്പാറയിലെ എൻട്രൻസിലെത്തി. 8:30 രാവിലെ 8:30 എൻട്രി തുടങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ എൻട്രൻസിലൂടെ പതിയെ തങ്ങൾപ്പാറയെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടുണ്ട്. ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്യാനായി പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്നാണ് തങ്ങൾപ്പാറയിലേക്കുള്ള ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. ഇതാ കാണുന്ന ഗ്രൗണ്ടിൽ നമ്മുടെ വാഹനം പാർക്ക് ചെയ്യാവുന്നതാണ്. ബസ്സും ചെറിയ വാഹനം വലിയ വാഹനങ്ങളും എല്ലാം പാർക്ക് ചെയ്യാൻ പറ്റിയ വിശാലമായൊരു പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ പതിയെ തങ്ങൾപ്പാറയിലേക്ക്, ഇതാണ് തങ്ങൾപ്പാറയെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ബോർഡിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ അതും കടന്ന് പാറയിലേക്ക് കയറി ഞങ്ങൾ ട്രെക്കിംഗ് ആരംഭിച്ചു. ഉച്ച സമയത്തല്ല, ഇവിടെ ഭയങ്കരമായ ചൂടായിരിക്കും. അല്ലെങ്കിൽ രാവിലെ വരണോ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 3:30 ശേഷം വരുന്നതായിരിക്കും നല്ലത് ട്രെക്കിംഗ് ചെയ്യാൻ, അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. മുസ്ലിങ്ങൾക്ക് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതൊഴികെ അവർക്കൊരു പുണ്യസ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ധാരാളം മുസ്ലിം സഞ്ചാരികൾ വരാറുണ്ട് ഇവിടെ. വളരെ ചെങ്കുത്തായ പാറയാണ് ഇവിടെ ഉള്ളത്. മുകളിലേക്ക് കയറിപ്പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പ്രായം ചെന്നവർക്ക് മുകളിലേക്ക് കയറാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഈ ത്യാഗം സഹിച്ച് ഒട്ടനവധി മുസ്ലിം സഞ്ചാരികൾ ഖബർ സന്ദർശിക്കുന്നതിനായിട്ട് വരുന്നുണ്ട്. മുകളിലേക്ക് കയറിപ്പോകാൻ അല്പം ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ അതീവ ബുദ്ധിമുട്ടും അപകടം പിടിച്ച ഒരു യാത്രയായിരിക്കും. ഞാൻ വന്നിരിക്കുന്നത് വേനൽക്കാലത്താണ്. പകലായതുകൊണ്ട് ചൂടല്പം കൂടുതലാണെങ്കിലും പാറയിൽ വഴുക്കല്ലാതെ നമുക്ക് മുകളിലേക്ക് കയറിപ്പോകാൻ സാധിക്കും. ഞങ്ങൾ പാറയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ കൂടെ മുന്നോട്ട് പോയാലേ ഖബറിലെത്താൻ പറ്റത്തുള്ളൂ. ഇതാണ് പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ചുറ്റും അതിവിശാലമായ ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെയുള്ളത്. താഴെ ചെറിയൊരു തടാകം പോലെ ചെറിയൊരു ജലസ്രോതസ് കാണാം. മുസ്ലിം ഐതിഹ്യമനുസരിച്ച് 800 വർഷങ്ങൾക്ക് മുമ്പ് ഹുസ്രത്ത് ഷെയ്ഖ് ഫരീദീൻ ബാബ ഇവിടെ എത്തി. ഈ ഗോളാകൃതിയിലുള്ള പാറ ഇരിക്കുന്ന സ്ഥലം അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണെന്ന് കരുതപ്പെടുന്നു. വിശുദ്ധൻ്റെ മരണത്തിന് ശേഷം ഗോളാകൃതി ക്രമേണ രൂപപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു കാലത്ത് സന്യാസി തൻ്റെ വെറ്റില പൊടിക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലാണ്. ഈ കല്ലാണ് പൊതുവെ വലുതായി ഗോളാകൃതി പ്രാപിച്ചിരിക്കുന്നു എന്നാണ് മുസ്ലിങ്ങളുടെ ഐതിഹ്യം. ഇവിടെ ചെറിയൊരു ദേവാലയമുണ്ട്. ഇതൊരു വിശുദ്ധ സ്ഥലമായതിനാൽ ഇവിടെ ചെരുപ്പുകൾ ഊരിയാണ്